വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. നമ്മളിപ്പോൾ ടാക്സോണമി റിലേറ്റഡ് ആയിട്ട് റെനങ്കുലേസിയ ഫാമിലിയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് വരുന്നത് മഗ്നോളിയേസി ആണ്. മഗ്നോളിയേസിയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അവയുടെ കിങ്ഡം പ്ലാന്റിയാണ്, ഡിവിഷൻ ആൻജിയോസ്പെർമെ, ക്ലാസ് മഗ്നോളിയോപ്സിഡ അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡൻസ് എന്ന് പറയാം, സബ് ക്ലാസ് മഗ്നോളിഡെ, ഓർഡർ മഗ്നോളിയേസ്, ഫാമിലി മഗ്നോളിയേസിയെ. അപ്പൊ ഈ ഒരു മഗ്നോളിയേസി എന്ന് പറയുന്ന ഫാമിലിയുടെ ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ കുറച്ച് എക്സാമ്പിൾസും അവയുടെ സയന്റിഫിക് നെയിമും ആണ് പഠിക്കുന്നത്. ഇപ്പൊ ഓരോ കോമൺ നെയിംസും അവയുടെ സയന്റിഫിക് നെയിമും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ അതിൽ വരുന്ന കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അതിലൊന്ന് സതേൺ മഗ്നോളിയ ഗ്രാൻഡിഫോറ ആണ്. നമ്മൾ ചെമ്പകം എന്ന് പറയുന്നില്ല, ചെമ്പകം അല്ലെങ്കിൽ ഫ്രാഗ്രന്റ് ചെമ്പ എന്ന് പറയുന്നത് മഗ്നോളിയ ചെമ്പക അല്ലെങ്കിൽ മൈക്കേലിയ ചെമ്പക എന്നും പറയാം. വൈറ്റ് മാഗ്നോളിയ അല്ലെങ്കിൽ ആൽബ, മഗ്നോളിയ അല്ലെങ്കിൽ ആൽബ, ആ ഒരു ആൽബ എന്നുള്ള പേരാണ് വരുന്നത്. ഹൗപ്പു മഗ്നോളിയ ബാർക്ക്, രണ്ട് കോമൺ നെയിം ഉണ്ട്. അവയുടെ സയന്റിഫിക് നെയിം മഗ്നോളിയ ഒഫീസിനാലിസ്. ടുലിപ് ട്രീ ലിറിയോഡെൻഡ്രോൺ ടുലിപ്പിഫെറ. ജാപ്പനീസ് മഗ്നോളിയ ഒബോവാറ്റ. മൈക്കേലിയ അല്ലെങ്കിൽ വൈറ്റ് മൈക്കേലിയ എക്സെൽസ. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഫാമിലിയിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമൺ നെയിംസും അവയുടെ സയന്റിഫിക് നെയിമും. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവയുടെ ടാക്സോണമി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് നോക്കാം. അപ്പൊ ആദ്യം അവയുടെ ഹാബിറ്റാറ്റ് ആണ് പറയുന്നത്. ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ഇത്തരം ആൾക്കാർ മഗ്നോളിയേസിയിൽ വരുന്നത് ട്രീസ് ആണ് അല്ലെ, വുഡി നേച്ചർ ആയിട്ടുള്ള പെറന്നിയൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. അവ വുഡി നേച്ചർ ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ആണ്. അപ്പൊ മീഡിയം മുതൽ ലാർജ് ട്രീസും ഷ്രബ്സും വരെ കാണുന്നുണ്ട്. അപ്പം ഇത്തരം ട്രീസ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്റ്റെമ്മിൽ ചില വോളറ്റൈൽ ആയിട്ടുള്ള ഓയിൽസ് പ്രസന്റ് ആയതുകൊണ്ട്, അവയുടെ ടിഷ്യൂസിലൊക്കെ ചില വോളറ്റൈൽ ആയിട്ടുള്ള ഓയിൽസ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ അവ അരോമാറ്റിക് ആണ്. ആ ഒരു ടേം നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഹാബിറ്റ് ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. ദെൻ റൂട്ട് സിസ്റ്റം, അവ ഒരു വുഡി ആയതുകൊണ്ട് തന്നെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. നല്ല ലാറ്ററൽ ബ്രാഞ്ചസും ഉണ്ടായിരിക്കും. ദെൻ വുഡി ആണ്, അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്തും അവരിൽ നടക്കും. കാരണം ഒരു സ്ട്രോങ് വുഡി സ്ട്രക്ചർ ആയിരിക്കും ആ ഒരു സെക്കൻഡറി ഗ്രോത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് അവയുടെ സ്റ്റെം ആണ്. അപ്പം സ്റ്റെം എന്ന് പറയുന്നത് ഇറക്റ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്, വുഡി ആണ്, നല്ല രീതിയിലുള്ള സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അവരുടെ സ്റ്റെമ്മിലെ ചില എസെൻഷ്യൽ ഓയിൽസ് അവയുടെ ബാർക്കിലും വുഡിലും സെക്കൻഡറി ഗ്രോത്ത് നടന്നു കഴിഞ്ഞാൽ അവയിലെ ചില എസെൻഷ്യൽ ആയിട്ടുള്ള ഓയിൽ സെൽസ് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും. ദെൻ അവയുടെ നോഡൽ റീജിയൻസ്, അടുത്ത വരുന്ന പെക്യുലാരിറ്റീസ് ആണ്. നോഡ്സിൽ ചില ഡിസ്റ്റിങ്ക്റ്റ് റിംഗ് ലൈക്ക് സ്റ്റിപ്പുലാർ സ്കാർസ് പ്രസന്റ് ആയിരിക്കും. അതായത് സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആണ്, അവ സ്റ്റിപ്പുലേറ്റ് ആണ്. അപ്പൊ ആ സ്റ്റിപ്യൂൾസ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്കാർ ഉണ്ടായിരിക്കും. അതൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഓരോ നോഡ്സിലും സ്റ്റിപ്യുലാർ സ്കാർ ആയിട്ടായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. ദെൻ ഈ ഒരു സ്റ്റെമ്മിന്റെ ജസ്റ്റ് ഒരു അനാട്ടമി ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു ഡൈക്കോട്ട്, ടിപ്പിക്കൽ ആയിട്ടുള്ള ഡൈക്കോട്ട് കണ്ടീഷൻ തന്നെയാണ്. വാസ്കുലാർ ബണ്ടിൽ റിംഗ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡി ആയിട്ടുള്ള നേച്ചർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ വുഡ് ഈസ് പ്രിമിറ്റീവ് ഇൻ സ്ട്രക്ചർ വിത്ത് വെസൽ എലമെന്റ്, സ്കെലാറിഫം പെർഫറേഷൻസ് ചില സ്പീഷീസിലും യൂറിമഗ്നോളിയേസിയിൽ കാണുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവയുടെ ലീവ്സ് ആണ്. ലീവ്സ് ആൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആണ്. യൂഷ്വലി ലാർജ് ആയിട്ടുള്ള എലിപ്റ്റിക് അല്ലെങ്കിൽ ഒബോവേറ്റ്, ഈ ഒരു ഇതൊക്കെയാണ് അവരുടെ ആ ഒരു ലീഫിന്റെ പൊതുവെയുള്ള ഷേപ്പ്. എലിപ്റ്റിക് അല്ലെങ്കിൽ ഒബോവേറ്റ് ആയിട്ടുള്ളത്. റെറ്റിക്കുലേറ്റ് വീനേഷൻ, ദെൻ പിന്നേറ്റും പീറ്റിയോൾ പ്രസന്റ് ആണ് ഈ ഒരു കേസിൽ. ദെൻ ചില കേസിൽ ലോബ്ഡ് ആയിട്ടുള്ള ലീവ്സ് മാർജിൻസും ഉണ്ട്. അത് പറയുന്നുണ്ട്, പറഞ്ഞുതരാം. അപ്പം സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. സ്റ്റിപ്യൂൾസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള ലീഫ് ലൈക്ക് ആയിട്ടുള്ള ഷീറ്റിംഗ് ബഡ്സ് പ്രസന്റ് ആണ്. ദേ ആർ കാഡുക്കസ് ആൻഡ് ലീവ് എ സർക്കുലർ സ്കാർ അറൌണ്ട് ദ നോഡ്. അതായത് അവ പെട്ടെന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്കാർ പ്രസന്റ് ആയിരിക്കും, സ്റ്റിപ്പുലാർ സ്കാർ. ദെൻ അവയുടെ ലീഫ് മാർജിൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലീവ്സ് ഒക്കെ യൂണിഫോം ആയിട്ടുള്ള മാർജിൻ ആണ് അല്ലെ. പക്ഷെ എൻറ്റയർ ആയിട്ടുള്ള മാർജിൻ എന്നാണ് ആ ഒരു യൂണിഫോം ആയിട്ടുള്ള മാർജിന് പറയുന്നത്. പക്ഷെ ചില കേസിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ലിറിയോഡെൻഡ്രോൺ എന്ന് പറയുന്ന സ്പീഷീസ്, ആ ഒരു സ്പീഷീസിന്റെ ലീഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ഒരു ഫ്ലവറിന്റെ പിക്ചർ വരുന്ന സ്ലൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലീഫ് എന്ന് പറയുമ്പോൾ അവരുടെ മാർജിൻ എങ്ങനെയാണ്, ലോബ്ഡ് ആയിട്ടുള്ള മാർജിൻ ആണ്. ബാക്കി എല്ലാ സ്പീഷീസിലും മാർജിൻ എൻറ്റയർ ആണ്. ലീവ്സിലും ഓയിൽ ഗ്ലാൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു പ്രത്യേകതകൾ. നെക്സ്റ്റ് വരുന്നത് അവയുടെ ഫ്ലവേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാന്റ് ഇല്ലേ, ആ ഒരു പ്ലാന്റിന്റെ ഫ്ലവർ ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ.
ഇനി നമുക്ക് അതിന്റെ ആ ഒരു ഫ്ലവറിന്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പൊ ഈ ഫ്ലവർ എന്ന് പറയുന്നത് ഇവർ ഇൻഫ്ലോറസൻസ് ആയിട്ടല്ല കാണുന്നത്. ഇപ്പൊ ഫ്ലവർ എന്താ, ഫ്ലവേഴ്സ് യൂഷ്വലി സോളിറ്ററി ആണ്, ഒന്നുകിൽ ടെർമിനൽ അല്ലെങ്കിൽ ആക്സിലറി ആയിട്ടായിരിക്കും വളരുന്നുണ്ടായിരിക്കുക. ടെർമിനൽ ആയിട്ടോ അല്ലെങ്കിൽ സോളിറ്ററി ആയതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു ഫ്ലവർ അത്രയും ലാർജ് ആയിട്ടുള്ള ഷോയി ആയിട്ടുള്ള നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. യൂഷ്വലി പെഡിസലേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. പെഡങ്കിൾ ഇല്ല, കാരണം ഇൻഫ്ലോറസൻസ് അല്ല. ഓക്കെ, ബ്രാക്റ്റിയേറ്റ് ആയിട്ടുള്ള അതായത് ബഡിന്റെ സമയത്ത് ഫുൾ ബ്രാക്ട് വെച്ച് കവർ ചെയ്തിട്ടുള്ളതായിരിക്കും. ബ്രാക്സ് പ്രസന്റ് ആണ്. then അവയുടെ സിമ്മെട്രി ആക്ടിനോമോർഫിക് ആണ്, അതായത് ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈക്വൽ ഹാർബ്സ് കിട്ടുന്നുണ്ട്. then ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ്, സെയിം രണ്ട് സെക്സും കാണുന്ന ആൾക്കാരാണ്. ഹൈപ്പോഗൈനസ് ആണ്, ഓവറി സുപ്പീരിയർ ആണ്. ഈ ഒരു സുപ്പീരിയർ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഓവറി ആണ് മുകളിൽ, ഓവറിയുടെ അടിയിൽ നിന്നാണ് എല്ലാ ഫ്ലോറൽ പാർട്ടും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി, ഇവയുടെ ഫ്ലോറൽ പാർട്ട്, അതായത് ഈ ഒരു സെപ്പൽ പെറ്റൽ എന്നൊക്കെ പറയുന്നത് മെയിൻലി ടെപ്പൽ എന്നാണ് കേട്ടോ പറയുന്നത്, ഹൈലി ഡിസ്റ്റിങ്ഷബിൾ അല്ല. ഈ ഒരു ഫ്ലോറൽ പാർട്ട് സ്പൈറലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു കോണിക്കൽ റിസപ്റ്റക്കിൾ ഉണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ഒരു കോണിക്കൽ റിസപ്റ്റക്കിൾ ഉണ്ട്, ആ ഒരു കോണിക്കൽ റിസപ്റ്റക്കിളിൽ അല്ലെങ്കിൽ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള റിസപ്റ്റക്കിൾ, അതിനെ ടോറസ് എന്നാണ് പറയുന്നത്. ആ ഒരു ടോറസിൽ സ്പൈറൽ ആയിട്ടാണ് ഫ്ലോറൽ പാർട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഫ്ലവേഴ്സ് ചില കേസിൽ പ്രോട്ടോഗൈനസ് എന്നും പറയുന്നുണ്ട്. അതായത് ചില കേസിലല്ല, എല്ലാ കേസിലും പ്രോട്ടോഗൈനസ് ആണ്. പ്രോട്ടോഗൈനസ് എന്ന് പറയുമ്പോൾ ഗൈനീഷ്യം ആയിരിക്കും ആൻഡ്രീഷ്യത്തിന് മുന്നേ മെച്യൂർ ആകുന്നത്. ഓക്കെ, ഗൈനസ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് റിസപ്റ്റക്കിൾസിൽ അല്ലെങ്കിൽ ടോറസിൽ ഫ്ലോറൽ പാർട്സ് സ്പൈറലി അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഈ ഒരു മാഗ്നോളിയേസിയേ ഫാമിലിയിൽ വരുന്നത്. then പെരിയാന്ത് എന്നുള്ള ടേം ആണ് ആക്ച്വലി ഒരു സെപ്പലെ പെറ്റൽ അല്ലെങ്കിൽ കാലിക്സ് കൊറോള എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ പെരിയാന്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ ടെപ്പൽസ് എന്നാണ് പറയുന്നത്. കാരണം ഇവയിൽ സെപ്പൽസും പെറ്റൽസും ക്ലിയർലി ഡിഫറൻഷിയേറ്റഡ് അല്ല. സെപ്പലും പെറ്റലും ഒരേപോലെ ആയിരിക്കും കാണാൻ ഉണ്ടായിരിക്കുക. ഏകദേശം 6 to 18 വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ പെരിയാന്ത് അല്ലെങ്കിൽ ടെപ്പൽസ് ഉണ്ടായിരിക്കും. then ഈ ഒരു ടെപ്പൽസ് എന്ന് പറയുന്നത് എപ്പിപെറ്റാലസ് അല്ല. എപ്പിപെറ്റാലസ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേമൻ എന്ന് പറയുന്നത് പെറ്റലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ ഇവിടെ അങ്ങനെയല്ല, അങ്ങനെയല്ല. എപ്പിപെറ്റാലസ് അല്ല, ഫ്രീ ആയിട്ടുള്ള എന്താ ഒരു സ്റ്റേമൻ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അത് പെറ്റലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടില്ല. ദെൻ ഉള്ള ആ ഒരു പെറ്റൽ അല്ല ടെപ്പൽസ് എന്ന് പറയുന്നത് പോളിടെപ്പാലസ് ആണ്. അതായത് ഓരോ ടെപ്പൽസും ഫ്രീ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മെയിൻലി അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, വേൾസ് ആയിട്ടാണ്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഒന്നാമത്തെ വേള്, ദെൻ രണ്ടാമത്തെ വേള്, അതിന്റെ അടിയിൽ മൂന്നാമത്തെ വേള് അല്ലെ. അങ്ങനെ 3 അല്ലെങ്കിൽ സ്പൈറൽ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേൾസ് ആയിട്ടായിരിക്കും ഇവിടെ ടെപ്പൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ അവയുടെ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റെനങ്കുലേസിയും ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ദെൻ ഈ ഒരു ടെപ്പൽസിന്റെ പ്രത്യേകത കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള ആൾക്കാരാണ്. ചില കേസിൽ പെർസിസ്റ്റന്റ് ആണ്, എപ്പോഴും ആ ഒരു ഫ്ലവർ ആ ഒരു ടെപ്പൽ അതേപോലെ തന്നെ നിൽക്കും. ഇതാണ് പെരിയാന്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് മാഗ്നോളിയ ഗ്രാൻഡിഫ്ലോറ എന്ന് പറയുന്നത്. അതിന്റെ പിക്ചർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അവയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം. അപ്പം അവയുടെ ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും നമ്പർ ന്യൂമറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാർപ്പൽസ് ന്യൂമറസ് ആണ്, ഫ്രീ ആയിട്ടുള്ള അപ്പോകാർപ്പസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദെൻ അതേപോലെ തന്നെ ആൻഡ്രീഷ്യവും ന്യൂമറസ് ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്. ഇവിടെ കാണുന്ന കുറെ സ്ട്രക്ചേഴ്സും ആൻഡ്രീഷ്യം ആണ്, കുറെ ആൾക്കാരുണ്ട്, അതും ഫ്രീ ആണ്, ഒന്നിനൊന്ന് ഫ്രീ ആണ്. അതിനെ പോളി ആൻഡ്രസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗൈനീഷ്യത്തിലുള്ള കാർപ്പലും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഇലോങ്ങേറ്റഡ് റിസപ്റ്റക്കിൾ, ഒരു ഇലോങ്ങേറ്റഡ് റിസപ്റ്റക്കിളിൽ സ്പൈറലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ ആൻഡ്രീഷ്യവും സ്പൈറലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ കാർപ്പലും എന്ന് പറയുന്നത് ഒറ്റ ലോക്യൂള് മാത്രമുള്ളതാണ്. ഹൈപ്പോഗൈനസ് ആയതുകൊണ്ട് തന്നെ സുപ്പീരിയർ ആയിട്ടുള്ള ഓവറി ആണ്. ആ ഓവറിയിൽ ചില കേസിൽ ഒന്നോ അതിൽ കൂടുതലോ ഒവ്യൂൾസ് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും. ദെൻ ഉള്ള ആ ഒരു ഒവ്യൂളിന്റെ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത് മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ വെൻട്രൽ സ്യൂച്ചറിലായിരിക്കും അവയുടെ ആ ഒരു ഡെഹിസൻസ് നടത്തുന്നത്.
അപ്പം ആ ഒരു സ്റ്റൈൽ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൽ സ്റ്റൈല് വളരെ ഷോർട്ടോ അല്ലെങ്കിൽ ആബ്സെന്റോ ആയിരിക്കും. ഏറ്റവും ടെർമിനലിലായിട്ടായിരിക്കും സ്റ്റിഗ്മ ഉണ്ടായിരിക്കുക. ദെൻ നേരെ തിരിച്ച് സ്റ്റേമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേമനിന്റെ സ്ട്രക്ചർ ആണല്ലോ ആന്തറും ഫിലമെന്റും. അതിൽ ഫിലമെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ തിക്കൻഡ് ആയിരിക്കാം. ദെൻ ആന്തേഴ്സ് എന്ന് പറയുന്നത് ഡൈത്തീക്കസ് ആണ്. ആ ഒരു ഡൈത്തീക്കസ് കണ്ടീഷൻ തന്നെയായിരുന്നു റെനാങ്കുലേസിയയിലും ഉള്ളത്. ഇൻട്രോസ് ആയിട്ടുള്ള ആന്തേഴ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കണക്റ്റീവ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ആന്തറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു അനാട്ടമി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണക്റ്റീവ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ. ജസ്റ്റ് ഇപ്പൊ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ആന്തർ ഉണ്ടായിരിക്കുക. ഡൈത്തീക്കസ് കണ്ടീഷൻ ആണ്. ഇവിടെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ കണക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കണക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ആയിട്ടുള്ളതാണ്. ആന്തർ ലോബ്സിന് താഴെയുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ദെൻ ഡെഹിസൻസ് എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഡെഹിസൻസ് ആണ്. ഓക്കെ. ദെൻ പോളൻ ഗ്രെയിൻസ് ആർ ജനറലി യൂണി അപ്പേർച്യൂറേറ്റ്. ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള അത് ആദ്യം ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ആണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. യൂണി അപ്പേർച്യൂറേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് മാഗ്നോളിയേസിയയിൽ വരുന്നത്. അപ്പൊ അതാണ് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യത്തിന്റെ ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് അവരുടെ ഫ്രൂട്ടിന്റെ പ്രത്യേകത. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണ് കേട്ടോ. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ഓഫ് ഫോളിക്കിൾസ് ആണ്, എറ്റീരിയ ഓഫ് ഫോളിക്കിൾസ് ആണ് പറയുന്നത്. പല ടൈപ്പ് അഗ്രിഗേറ്റ് ഫ്രൂട്ടും ഫ്രൂട്ടിന്റെ ടൈപ്പും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈച്ച് ഫോളിക്കിൾസ് ഡെഹിസ് എലോങ് വൺ സ്യൂച്ചർ. ഓക്കെ, ഓരോ ഫോളിക്കിളും ഓരോ സ്യൂച്ചറിലാണ് എന്താ ഡെഹിസൻസ് നടത്തുന്നത്. പക്ഷേ ലിറിയോഡെൻഡ്രോൺ, നമ്മൾ എക്സെപ്ഷൻസ് പറഞ്ഞു, ലോബ്ഡ് ആയിട്ടുള്ള ലീഫ് ഉള്ള ആൾക്കാരായിരുന്നു ലിറിയോഡെൻഡ്രോൺ. ആ ഒരു ലിറിയോഡെൻഡ്രോണിൽ മാത്രം ഫ്രൂട്ട് എന്ന് പറയുന്നത് സമാറയാണ്, അഗ്രിഗേറ്റ് ഓഫ് സമാറാസ് ആണ്. വുഡി ആയിട്ടുള്ള, കുറച്ച് വുഡി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള ഫ്രൂട്ട് ആയിരിക്കും ഓഫൺ പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ആ ഒരു ഫ്രൂട്ടിൽ കാണുന്ന സീഡ് എന്ന് പറയുന്നത് എൻഡോസ്പേം ഇല്ലാത്ത എക്സ് ആൽബമിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിക് ആയിട്ടുള്ള സീഡ്സ് ആണ്. ലാർജ് സ്ട്രെയിറ്റ് എംബ്രിയോ ആണ് ആ ഒരു സീഡിന്റെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടുള്ളത്. കോട്ടിലിഡൻസി എന്ന് പറയുന്നത് ഫ്ലഷി ആണ്. Then next seeds often with bright red അല്ലെങ്കിൽ ഓറഞ്ച് arils present ആയിരിക്കും. സീഡ് കോട്ട് അത്രയും ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്രയാണ് അവരുടെ ടാക്സോണമി ബേസ് ചെയ്തിട്ടുള്ള ഒരു മോർഫോളജി അല്ലെങ്കിൽ അനാട്ടമിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അവയുടെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസും കൂടി നോക്കാം. മെയിൻ ആയിട്ട് ഓർണമെന്റൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് ഈ ഒരു മാഗ്നോളിയേസിയിൽ വരുന്ന സ്പീഷീസ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് മാഗ്നോളിയ ഗ്രാൻഡിഫ്ലോറ, ചെമ്പക, ദെൻ മൈക്കേലിയ ആൽബ എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഓർണമെന്റൽ ആയിട്ട് ആ ഒരു പാർക്കിലും ഗാർഡൻസിലും ഒക്കെ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ അവ വുഡി സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ടിമ്പർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ടുലിപ് ട്രീ, നമ്മൾ നേരത്തെ എക്സെപ്ഷൻ ആയിട്ട് പഠിച്ച ഒരു ലിറിയോഡെൻഡ്രോൺ ടുലിപ്പിഫെറ എന്ന് പറയുന്ന ടുലിപ് ട്രീ എന്ന് പറയുന്നത് ഫർണിച്ചേഴ്സിനും ഫ്ലൈവുഡിനും വെനീസിനും കൺസ്ട്രക്ഷനും വേണ്ടിയിട്ടുള്ള വുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മൈക്കേലിയ സ്പീഷീസിലെ ചിലതൊക്കെ ലൈറ്റ് ടിമ്പേഴ്സും കാർപ്പൻട്രി വർക്കിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മെഡിസിനൽ ആയിട്ടുള്ള യൂസ് ആണ്. മഗ്നോളിയ ഒഫീസിനാലിസിന്റെ ബാർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവയിൽ ചില കോമ്പൗണ്ട്സ് ഉണ്ട്. ഏതൊക്കെയാ? മാഗ്നോലോൾ ആൻഡ് ഹോണോക്യോൾ എന്ന് പറയുന്ന ആന്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ചില കോമ്പൗണ്ട് ആണ് മാഗ്നോലോൾ ആൻഡ് ഹോണോക്യോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ട്രഡീഷണൽ മെഡിസിൻസ് ആയിട്ടും ഇവ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നെക്സ്റ്റ് പറയാനുള്ളത് ഓയിൽ. ഇവയിൽ എന്താ ലീവ്സിലും സ്റ്റെമ്മിലും ഒക്കെ ഓയിൽ പ്രസന്റ് ആണ്. സോ ആ മാഗ്നോളിയ ചെമ്പകയുടെ ആ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഫ്രാഗ്രന്റ് ഓയിൽ പെർഫ്യൂം ഇൻഡസ്ട്രീസിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അഞ്ചാമത്തത് കൾച്ചറൽ യൂസസ് ആണ്. ഗാർലാൻഡ്സിലും ഡെക്കറേഷനും ദെൻ റിലീജിയസ് ആയിട്ടുള്ള സെറിമണീസിനും ഒക്കെ മെയിൻ ആയിട്ട് ഈ ഒരു മാഗ്നോളിയേസിയ ഫാമിലിയിൽ വരുന്ന ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടാക്സോണമി ബേസ് ചെയ്തിട്ട് മാഗ്നോളിയേസിയയുടെ കേസിൽ പറയാനുള്ളത്. കേസ് ഞാൻ ഇതിൽ ഫ്ലോറൽ ആയിട്ടുള്ള ഡയഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറൽ ഫോർമുല യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു എല്ലാ ഫാമിലീസിന്റെയും ടാക്സോണമീസ് ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാത്തിന്റെയും ആ ഒരു കമ്പാരിസൺ ബേസ് ചെയ്തിട്ട് ആ ഓരോ ഫ്ലോറൽ ഡയഗ്രാം മാത്രമായിട്ട് ഒരു ക്ലാസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്തത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.